ചരക്ക് കൊണ്ടുപോകാൻ ഇനി വന്ദേ ഭാരതും 264 ടൺ ചരക്ക് കയറ്റാൻ ശേഷിയുള്ള വന്ദേ ഭാരത് തീവണ്ടികൾ 2 മാസത്തിനുള്ളിൽ പുറത്തിറങ്ങും. ചരക്ക് ഗതാഗതത്തിന്റെ വേഗം കൂട്ടി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുകയാണ് ലക്ഷ്യം. തീവണ്ടിയുടെ പരമാവധി വേഗം മണിക്കൂറിൽ 160 കിലോമീറ്ററാണ്. മണിക്കൂറിൽ ശരാശരി 90 കിലോമീറ്റർ വേഗത്തിൽ വരെ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ICF അധികൃതർ അറിയിച്ചു. നിലവിൽ സർവീസ് നടത്തുന്ന ചരക്ക് തീവണ്ടികളുടെ ശരാശരി വേഗം മണിക്കൂറിൽ 50 കിലോമീറ്റർ മാത്രമാണ്. സംസ്കരിച്ച ഭക്ഷ്യധാന്യങ്ങൾ കേടുവരാതെ സുരക്ഷിതമായി കൊണ്ടുപോകാൻ ലക്ഷ്യമിട്ടാണ് പാഴ്സൽ തീവണ്ടി പുറത്തിറക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ പല കമ്പനികളും സംസ്കരിച്ച ഭക്ഷ്യസാധനങ്ങൾ വൻതുക നൽകി കാർഗോ വിമാനത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇത്തരം കമ്പനികൾക്ക് കുറഞ്ഞ നിരക്കിൽ വന്ദേ ഭാരതിൽ സുരക്ഷിതമായി കൊണ്ടുപോകാൻ കഴിയും. ആദ്യം മുംബൈയിൽ നിന്ന് കൊൽക്കത്തയിലേക്കായിരിക്കും സർവീസ് നടത്തുക. പാഴ്സൽ കൊണ്ടുപോകാൻ ദീർഘകാലത്തേക്ക് റെയിൽവേയുമായി കരാറിൽ ഏർപ്പെടുന്ന കമ്പനികൾക്ക് നിരക്കിളവിൽ നൽകും. വന്ദേ ഭാരത് പാഴ്സൽ തീവണ്ടിയുടെ നിർമ്മാണം 1 വർഷമായി ICFൽ നടന്നുവരികയാണ്. ഇനി ചരക്ക് കയറ്റിയുള്ള പരിശോധന നടത്തും. അടുത്ത മാസം റിസർച്ച്, ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷനും പരിശോധിക്കും. പാഴ്സൽ തീവണ്ടി നിർമ്മിക്കുമ്പോൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ICF അധികൃതർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.